നമസ്കാരം. ജയമോഹൻ എന്ന മലയാളത്തിലെയും തമിഴിലെയും സാഹിത്യകാരൻ, പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ മലയാളികളെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒരു സിനിമ കണ്ടിട്ടാണ്, മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കണ്ടിട്ടാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം കുറച്ച് കോൺട്രവേഴ്സ്യലുമായി. പക്ഷെ ഇപ്പോഴിതാ ആ അഭിപ്രായം മറ്റൊരു ആംഗിളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. CPM നേതാക്കൾ അതിനെ ഒരു RSS സംഘി പട്ടം കൊടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സാഹിത്യകാരനായ, പ്രത്യേകിച്ച് മലയാളത്തിൽ വളരെ അറിയപ്പെടുകയും ഒരുപാട് എടുത്ത് വായനക്കാരുള്ളതുമായ ഒരു സാഹിത്യകാരനാണ് ജയമോഹൻ. ആ ജയമോഹനെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത്, മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ, നമ്മളെല്ലാം സിനിമ കണ്ടതാണ്, വളരെ മനോഹരമായ സിനിമ തന്നെയാണ്. ആ സിനിമയിൽ കുറച്ച് കൊച്ചിയിൽ നിന്ന് പോയ കുറേ ചെറുപ്പക്കാർ മദ്യപിച്ച് ബഹളം കാണിച്ച് പോകുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അവർ മുഴുനീള തുടക്കം മുതൽ അവസാനം വരെയും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ടൂർ പോകുമ്പോൾ മദ്യപിക്കുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാന പണി. ആ മദ്യത്തിൻ്റെ ലഹരിയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, നിരോധിത പ്രദേശങ്ങളിൽ കടന്നു കയറുകയും നിയമവിരുദ്ധമായിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അപകടവും ആ അപകടത്തിന് രക്ഷപ്പെടുന്നതുമായ യഥാർത്ഥ സംഭവത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടാണ് ഈ ജയമോഹൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ ഈ കൊച്ചിയിലുള്ള കുറേ മലയാളി പിള്ളേർ, പേക്കൂത്താണ് നടത്തുന്നത്, പെറുക്കികളാണ് ഇവർ, മദ്യപിച്ച് ബഹളം വെച്ച് നടക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, കേരളത്തിലെ നിന്ന് വരുന്ന വാഹനങ്ങൾ പലതും, ഈ ടൂറിസ്റ്റുകൾ വരുന്ന വാഹനങ്ങൾ പലതും തമിഴ്നാട്ടിൽ വരുമ്പോൾ അവർ രണ്ട് സൈഡിലും ഛർദ്ദിച്ച പാടുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള കുറെ പെറുക്കികളാണ് മലയാളികളെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. അങ്ങനെ സിനിമാ രംഗത്തുള്ളവർ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെയാണ് CPMകാർ വന്ന് ഇറങ്ങിയിട്ട്, പ്രത്യേകിച്ച് ബുദ്ധിജീവിയായ MA ബേബി വന്നിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നത്. അദ്ദേഹം അതിനെ ട്വിസ്റ്റ് ചെയ്ത് അത് RSS സംഘി വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് MA ബേബിയുടെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: മലയാളിയായ തമിഴ് എഴുത്തുകാരൻ ജയമോഹൻ നായർ മലയാളികളെ അധിക്ഷേപിച്ച് നടത്തിയ പെറുക്കികൾ എന്ന പ്രയോഗം ജയമോഹന്റെ സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്നും കൂടി വരുന്നതാണ്. MA ബേബി എന്ന ആ ഒരു ബുദ്ധിജീവിയുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ നോക്കുക, എവിടെയെല്ലാം കുത്തും എവിടെയെല്ലാം തിരിവും ഉണ്ടെന്ന്. ജയമോഹൻ നായർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ താത്താണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ എഴുതിയതെല്ലാം അയാളുടെ സംഘപരിവാർ പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയത് എന്ന് വരുത്തി തീർക്കാനും അതിനെ ട്വിസ്റ്റ് ചെയ്യാനാണ് ഈ ബുദ്ധിജീവിയായ CPM നേതാവ് ചെയ്തിരിക്കുന്നത്. സംഘപരിവാർ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ ചാരി വിവാദമുണ്ടാക്കാൻ ജയമോഹൻ നടത്തുന്ന ശ്രമങ്ങൾ, കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഒക്കെ പിന്നാലെയാണ് വ്യവസായിയായ ജയമോഹൻ കർസേവ എന്ന് വെച്ചാൽ അവിടെ ഉടനെ തന്നെ തിരിച്ചു നേരെ കേരള സ്റ്റോറിയിൽ കൊണ്ടുവന്ന് കുത്തുകയാണ് ഈ MA ബേബി. ആ കേരള സ്റ്റോറിയിൽ കൊണ്ടുകൊടുത്തിട്ട് അതിൻ്റെ എല്ലാം കർസേവകരാണ് ഈ ജയമോഹൻ, അവിടെ അയാൾ തനി RSSകാരനാണ് എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ അതിനെ മറ്റൊരു തരത്തിൽ ചർച്ച നാളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് MA ബേബി ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ MA ബേബി ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണ്, MA ബേബി പറയുന്നത് ഇതാണ്: ഞങ്ങൾ പെറുക്കികൾ ആണ്. കേശവദേവും കെടാമംഗലം പപ്പുക്കുട്ടിയും രാമദാസും കൂടെ സ്വയം നൽകിയ വിളിപ്പേര് പരവൂരിലെ 3 പോക്കറികൾ എന്നായിരുന്നു. പക്ഷേ ഈ പെറുക്കികൾ സംഘടിപ്പിച്ച് സമരം ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പുരോഗതിയുള്ള സമൂഹത്തെ സൃഷ്ടിച്ചു. ഈ പെറുക്കികൾ തന്നെയാണ് ജാതി ജന്മി നടവാഴി മേധാവിത്വത്തിന് അടിത്തറ തകർത്ത് വിട്ടത്. ഈ പെറുക്കികൾ ഉണ്ടാക്കിയ വിപ്ലവത്തിന് ജയമോഹനെ പോലുള്ള ആളുകൾക്ക് അസ്വസ്ഥയുണ്ട് എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രയോഗം. എന്തായാലും ജയമോഹൻ കാണാത്ത തലങ്ങളിലെ കൊണ്ടെത്തിക്കാൻ ഈ ബുദ്ധിജീവിയായ ഇയാൾ കാണിക്കുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ജയമോഹൻ പറഞ്ഞതിനെ എന്തിനാണ് ഈ MA ബേബി വെറുതെ ഒരു സംഘപരിവാർ പശ്ചാത്തലം കൊണ്ട് കയറ്റിയിട്ട് അതിനെതിരെ പറയുകയും ഈ കേരളത്തിലുണ്ടായ വിജയത്തിൻ്റെ എല്ലാം ഒരു മേധാവിത്വവും അതിൻ്റെ എല്ലാം പിതൃത്വവും എന്തിനാണ് MA ബേബി ഏറ്റെടുക്കുന്നത്? എത്രയോ സാമൂഹ്യ പരിഷ്കർത്താർ, അതും നാരായണ ഗുരുവിനെ പോലുള്ള
സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടാക്കി വെച്ച വിപ്ലവവും വിജയവുമാണ് കേരളത്തിലുള്ളത്. അല്ലാതെ ഈ MA ബേബിയുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു ദുഷിച്ച ഈ അഭിപ്രായ പ്രകടനം MA ബേബി കൊണ്ടുവരുന്നത് മറ്റൊരു തലത്തിൽ ഇതിനെ ടെസ്റ്റ് ചെയ്ത് വികൃതമാക്കാനുള്ള ശ്രമമാണ്. അത് കേരളത്തിൽ വിറ്റുപോകും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക MA ബേബി, നിങ്ങൾക്ക് ഇത്തരം പരിപാടികൾ ഒരുപാട് കാലമൊന്നും വിറ്റുപോകാൻ കഴിയില്ല. കേരള ജനത അല്പസ്വല്പമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് ഓർക്കുക.